മഹാത്മാഗാന്ധി 48-ൽ വെടിയേറ്റ് മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ അടുത്തുണ്ടായിരുന്ന പട്ടേലാണ്. പട്ടേൽ തൻ്റെ വിയോജിപ്പുകൾ ഗാന്ധിജിയോട് ചർച്ച ചെയ്തിട്ട് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആദ്യമായി സമയം തെറ്റിയ ദിവസമാണ്. പ്രാർത്ഥനാ യോഗത്തിൽ അന്ന് ഏതാണ്ട് അരമണിക്കൂർ അദ്ദേഹം വൈകിയാണ് എത്തിയത്. അതിന് അദ്ദേഹം മറ്റുള്ളവരെ ശാസിക്കുകയും ചെയ്തു. കാരണം എന്താണ്? പട്ടേൽ രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു. ആ പട്ടേൽ രാജിവെക്കാൻ തീരുമാനിച്ചത് നെഹ്റുവിൻ്റെ അങ്ങേയറ്റം വങ്കത്തരങ്ങൾ നിറഞ്ഞ ഏകാധിപത്യപരമായ നിലപാടുകൾ കാരണമാണ് പട്ടേൽ രാജിവെക്കാൻ തീരുമാനിച്ചത്. മഹാത്മാഗാന്ധി ആശ്വസിപ്പിച്ച് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ അവസാന നിമിഷങ്ങളിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് മഹാത്മാഗാന്ധി നടത്തിയത്. ഒരുപക്ഷെ 48-ൽ ഗാന്ധിജി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു വലിയ പരിവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. എന്താണെങ്കിലും തമസ്കരിക്കാൻ പിന്നീട് നമുക്കറിയാം, നെഹ്റുവിൻ്റെ ഏകാധിപത്യമാണ് പിന്നീട് ഉണ്ടായത്, ഇന്ദിരയുടെ ഏകാധിപത്യം. അതിനുശേഷം രാജീവിൻ്റെ കയ്യിലേക്ക് ഭരണം പോകുന്നു. ഇനി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ്. അതായത് ഒരു ഡൈനാസ്റ്റിയാണ്, ഒരു രാജകുടുംബത്തിൻ്റെ രീതിയിലാണ് തലമുറയായി അധികാരം കൈയാളണം എന്നാണ് പറഞ്ഞത്. അതേസമയം പട്ടേൽ എന്താ ചെയ്ത്? പട്ടേലിൻ്റെ മകൾ ഞാൻ പറഞ്ഞല്ലോ, അധികാരത്തിൻ്റെ ഈ ആസ്വാദ്യകരമായ ലോകത്തുനിന്നും അവർ തിരിഞ്ഞടക്കുകയാണ് ചെയ്തത്. വളരെ നിസ്വമായി ദരിദ്രമായ പശ്ചാത്തലത്തിലാണ് ആ സ്ത്രീ മരിക്കുന്നത്. അതേസമയം ഇന്ദിരാഗാന്ധി എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്തുകൊണ്ട് 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാരമ്പര്യമാണ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ പോട്ടെ, അത് നെഹ്റുവിൻ്റെ ആ ഏകാധിപത്യ പ്രവണതയുടെ ഒരു നേർചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ സുദിനത്തിൽ നമ്മൾ ആ കുടുംബത്തെ ഇനി കൂടുതൽ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും പട്ടേൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രാജ്യം ഇന്ന് ഏറ്റെടുക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഖണ്ഡവും സുശക്തമായ ഒരു ഭാരതം സൃഷ്ടിക്കുവാൻ ഇന്നത്തെ ഭരണ നേതൃത്വത്തിന് കഴിയുന്നു. പട്ടേലിൻ്റെ ആ കാഴ്ചപ്പാടിൻ്റെ നേറവകാശിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിന് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ ഒരു സുവർണകാലത്തിലേക്ക് നാം കടക്കുകയാണ്. അതിശക്തമായ ഭാരതം, സമ്പന്നമായ ഭാരതം, സൈനികമായ ശക്തി പ്രാപിച്ച ഭാരതം, എല്ലാ അർത്ഥത്തിലും ഒരു വൈഭവപൂർണമായ കാലഘട്ടത്തിലേക്ക് ഭാരതം കടക്കുമ്പോൾ നാം പ്രഥമ സ്മരണീയനായി പരിഗണിക്കേണ്ട വ്യക്തിയാണ് പട്ടേൽ.